നിഴലായി കണിമലരിതളായി ഒഴുകും തിരയായി അലതൻ നിറമായി പതിവായി ഞാൻ പാടും പാട്ടുകളുടെ ഈണത്തിൽ. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പം ഞാൻ ഒരു ദിവസത്തെ നൈറ്റ് മുതൽ പിറ്റേ ദിവസത്തെ ഈവനിങ് വരെ ഷൂട്ട് ചെയ്തിട്ട് ഒരു ഡേ ആക്കിയിട്ടതാണ്. ആൻഡ് ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നതെന്നൊന്നും പറയുന്നില്ല, ബിക്കോസ് ഈച്ച് ആൻഡ് എവറി ഡേ ഇസ് ഡിഫറെൻറ്റ്. ഇതിപ്പം ഓണം എക്സാമും ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞ് പേപ്പർ കയ്യിൽ കിട്ടിയപ്പോൾ തോന്നി ഇങ്ങനെ പോയാൽ ശരിയാവില്ല, +2 കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് പഠിക്കണം. സോ ഞാൻ വിചാരിച്ചു ഫ്രം 0 to +2 റീസ്റ്റാർട്ട് ചെയ്യാമെന്ന്. സോ എനിക്ക് കുറേ ബാക്ക്ലോഗ്സ് ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അതിൻ്റെ പിറകെ പോയി സമയം കളയണ്ട, ഇപ്പം എടുക്കുന്നത് ഇപ്പം പഠിച്ചു പോകാമെന്ന്. അപ്പം ഞാൻ സൈലത്തിൻ്റെ ബാച്ചിൽ ഓൺലൈൻ ബാച്ചിൽ ചേർന്നിട്ടുണ്ടെങ്കിലും ഡേ ടു ഡേ എടുക്കുന്ന പോർഷൻസ് ഇനി അങ്ങോട്ട് നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് എത്ര ദിവസം ഞാനിങ്ങനെ കൊണ്ടുപോകുന്നൊന്നും എനിക്കറിയില്ല, എന്നാലും ഇപ്പോൾ ഒരു മൈൻഡ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ ഇരുന്നതാണ്. ക്ലാസ് കണ്ട് കൂടെ നോട്ട് എഴുതാമെന്ന് പറയുന്ന അത്രയും സമയം പോകുന്ന വേറൊരു കാര്യമില്ല. കുറച്ച് നേരം സാറ് പറയുന്ന നോട്ടൊക്കെ എഴുതിയെടുത്ത് അപ്പോൾ എനിക്ക് വിശന്ന്. അപ്പം ഞാൻ എന്തായാലും കിച്ചണിൽ പോയി നോക്കാൻ വിചാരിച്ചു. കിച്ചണിൽ പോയപ്പോൾ ഉമ്മ അവിടെ ഇങ്ങനെ പഴമൊക്കെ വാട്ടുന്നുണ്ടായിരുന്നു. എനിക്ക് ഫുഡിനോട് അങ്ങോട്ടൊരു കണക്ഷൻ തോന്നുന്ന ടൈം എന്ന് പറയുന്നത് പഠിക്കുമ്പോഴാണ്. പഠിക്കുമ്പോൾ എനിക്ക് എവിടുന്നാണെന്നറിയില്ല, എവിടുന്നൊക്കെയോ വിശപ്പ് ഇങ്ങനെ ഓടി വരും. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഡെസേർട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് തേങ്ങ എടുക്കാൻ വേണ്ടി പോയതാണ് ഞാൻ. ഈ ഡെസേർട്ടിൻ്റെ വീഡിയോ യൂട്യൂബിൽ കണ്ടിട്ട് ഇങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ക്ലിപ്പ് മാത്രം എടുക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഒന്ന് ഐസ്ക്രീം പിടിക്കാൻ പറഞ്ഞിട്ട് ഹെൽപ്പ് ചെയ്യാത്ത ബ്രദറാണ് എൻ്റെത്. ക്യാമറയും ഐസ്ക്രീമും രണ്ടും കൂടെ ഒന്നിച്ച് കൈമേൽ പിടിക്കാൻ പറ്റാത്തതിന് ഒന്നോടൊന്ന് ചോദിച്ചതാ. ഇത് പിന്നെ ഇവിടെ സ്ഥിരമാണ്, എല്ലാത്തിനും അടിയാണ്. അപ്പം നമ്മൾ ബനാന ഇവിടെ ഫ്രൈ ചെയ്ത് വന്നപ്പോൾ ഞാനിങ്ങനെ ഡെക്കറേറ്റൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ നമ്മൾ 3 പേർക്കും ഇങ്ങനെ ഐസ്ക്രീമും ചോക്ലേറ്റൊക്കെ ഇട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് വിത്തിൻ സെക്കൻഡ്സ് ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ടേനും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ടേനു. അപ്പം ഇങ്ങനെ ഡെസേർട്ടൊക്കെ കഴിച്ചിരുന്നാൽ മതിയോ, നമുക്ക് പഠിക്കണ്ടേ. അപ്പം ഞാനിവിടെ ഇങ്ങനെ ക്ലാസ് കാണാൻ നോട്ട് ചെയ്താൽ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ബ്രെയിൻ ഒരു ഫ്രണ്ട്ലി ബോണ്ടിൽ പോകണമല്ലോ. അപ്പം എനിക്ക് വീണ്ടും വിശക്കുന്നൊരു അറിയുന്നതുകൊണ്ട് ഉമ്മ എനിക്ക് കുറച്ച് ഫ്രൂട്ട്സ് മുറിച്ചിട്ടുണ്ട് തന്നീനു. ആൻഡ് ഇടയ്ക്കിടയ്ക്ക് ഫ്രൂട്ട്സൊക്കെ കഴിച്ച് നമ്മളിവിടെ പഠിക്കുകയാണ്. ഇതിനിപ്പോൾ പഠിക്കുക എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, കാരണം ക്ലാസ് കാണലും നോട്ട് ചെയ്താണ് കൂടുതലായിട്ട് നടക്കുന്നത്. കുറച്ച് നേരത്തെ നീണ്ട പരിശ്രമത്തിന് ശേഷം എനിക്ക് മടുത്ത് ഗൈസ്. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാമെന്നുള്ള രീതിയിൽ ഞാനെല്ലാം അവിടെ അടിച്ചു വെക്കാണ്. വീണ്ടും നമ്മൾ കിച്ചൺ സന്ദർശിച്ചപ്പോഴാണ് ഇങ്ങനെ ഫ്രഷ് മീനും കട്ട് ചെയ്യാനിട്ടത് കണ്ടത്. അങ്ങനെ എൻ്റെ ഇന്നത്തെ പഠിത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ എന്തായാലും കുറച്ച് നേരം ഫോണിൽ റീൽസ് കാണാൻ പോവാണ്. പിറ്റേ ദിവസം രാവിലെ കിച്ചണിൽ പോയപ്പോൾ അങ്ങനെ ഫിഷൊക്കെ ഫ്രൈ ചെയ്ത് ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലേനും. ഞാൻ തലേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നാളെ ബിരിയാണി ഉണ്ടാക്കി തരണമെന്ന്. അപ്പോൾ കിച്ചൺ ഏതായാലും വിസിറ്റ് ചെയ്ത സ്ഥിതിക്ക് എനിക്കും കുറച്ച് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ പണിയെടുക്കുന്ന ശീലമൊന്നും എനിക്കില്ല കേട്ടോ. പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് സഹായിച്ചാലായി. പിന്നെ ഇന്ന് കുറച്ച് നേരത്തെ എണീച്ചുകൊണ്ട് ഉമ്മാനെ കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉള്ളിയൊക്കെ മുറിച്ചിട്ട് കൊടുത്ത് ഞാനിങ്ങനെ കുറച്ച് നേരം ബിരിയാണീൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്പൂണിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയൊക്കെ കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം പോയി ഫ്രഷായി ഇഡ്ഡലിയൊക്കെ കഴിച്ചു. 4 ഇഡ്ഡലി വെറും ഷോ. ഇതിൽ 2 നമ്മൾ എന്തായാലും തിരിച്ച് വെക്കും. പിന്നെ ഉമ്മ കൊണ്ടുതന്നില്ലേ വിചാരിച്ചിട്ട് എടുത്താണ്. ആ 2 ഞാൻ അവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതായിപ്പം മാറ്റി ഓൾ സെറ്റ് ടു ഗോ ടു സ്കൂൾ. പിന്നെ വലിയ താല്പര്യത്തിലൊന്നല്ല പോകുന്നത്, പിന്നെ എന്തായാലും പോകണം എന്നുള്ളതുകൊണ്ട് പോവാണ്. ഇന്ന് സയൻസ് ബാച്ചിന് മാത്രമേ ഈവനിങ് വരെ ഉള്ളൂ, ബാക്കി എല്ലാവരെയും നേരത്തെ വിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് റഷ് ഇല്ലേനു. വീട്ടിൽ വന്ന് ചായയൊക്കെ കുടിച്ചു, പിന്നെ ഇന്നലത്തെ പോലെ തന്നെ. അപ്പോൾ ഓക്കെ, ബൈ.